ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഈ അടുത്തായി കഴിഞ്ഞ കടവനാട് ജലോത്സവത്തെക്കുറിച്ചുള്ളതാണ്. പണ്ട് ഓണക്കാലത്ത് പൂക്കൈത് പുഴയിൽ നടത്തി വന്നിരുന്ന വിനോദമായിരുന്നു വള്ളംകളി. അക്കാലത്ത് ചെറിയ വള്ളങ്ങളായിരുന്നു മത്സരത്തിൽ പങ്കെടുത്തിരുന്നത്. പിന്നീട് ഒരുപാട് വർഷങ്ങളായി മുടങ്ങിക്കിടന്ന വള്ളംകളി 2023 പുനരാരംഭിച്ചത്. കടവനാട് പ്രദേശത്തെ ടൂറിസം വികസനം ലക്ഷ്യമാക്കി പൊന്നാനി നഗരസഭയുടെ സഹകരണത്തോടെയാണ് കടവനാട് ജലോത്സവം പുനരാരംഭിച്ചത്. ഇത്തവണ ഓണം വെക്കേഷൻ കഴിഞ്ഞാണ് വള്ളംകളി മത്സരം നടന്നത്. ഈ വള്ളംകളി മത്സരത്തിൽ കൂട്ടം കൊല്ലമ്പടി സ്പോൺസർ ചെയ്ത കാസ്ക് കറുകുത്തിരുത്തിയുടെ കോസ്മോസ് 1ാം സ്ഥാനം നേടി. പള്ളിക്കര ബ്രദേഴ്സ് സ്പോൺസർ ചെയ്ത ന്യൂ ചലഞ്ച് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് BM കെട്ടിൻ്റെ ജോണി വാക്കർ 2ാം സ്ഥാനവും പ്രവാസി കൂട്ടായ്മ സ്പോൺസർ ചെയ്ത നവയുഗം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് പാടത്തങ്ങാടിയുടെ ജലറാണി 3ാം സ്ഥാനവും നേടി. മൈനർ വിഭാഗത്തിൽ GFUPS കടവനാട് സ്പോൺസർ ചെയ്ത സുൽത്താൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ കായൽ സുൽത്താൻ 1ാമതെത്തി. ബയോവിങ് ആൻഡ് സൂര്യ മൊബൈൽസ് ബ്ലൂ ലീ ബാഗ് സ്പോൺസർ ചെയ്ത ആരോഹ കടവനാടിൻ്റെ മിക്കായിൽ 2ാം സ്ഥാനവും നാട്ടുകൂട്ടം മാരാമുറ്റത്തിൻ്റെ നാട്ടുകൊമ്പൻ 3ാം സ്ഥാനവും നേടി. ഈ ഒരു വള്ളംകളി മത്സരം കാണുവാനായിട്ട് പുഴയുടെ അക്കരയിലും ഇക്കരയിലും അതുപോലെ തന്നെ പുഴയിലായാലും ഒക്കെയും ആളുകൾ തിങ്ങി നിറഞ്ഞിരുന്നു. ഒരുപാട് വള്ളങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തുഴഞ്ഞ് പോകുന്നത് കാണാൻ തന്നെ നല്ലൊരു രസകരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. ഞാൻ ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത്. ഒരു പ്രകടനം, ചങ്കുകൊട്ടി പ്രാണികളുടെ ചങ്കിടിപ്പിന്റെ താളം. മക്കളെ നിങ്ങളുടെ ആവേശം കോസ്മോസിലേക്ക് ആവാഹിച്ച ആ ജലറാണിയുടെ